ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് അറിയോ, ഒരു കുഞ്ഞു കുറുക്കനെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ. കുഞ്ഞു കുറുക്കൻ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അധികം ആൾക്കാർക്കും അങ്ങനെ കണ്ടു പരിചയം ഉണ്ടാവില്ല. പിന്നെ ഫെനക് ഫോക്സ് എന്ന് പറഞ്ഞൊരു ഫോക്സിനെ, എന്നാൽ വളരെ ചെറിയ നല്ലൊരു പൂച്ചൻ്റെ അത്ര മാത്രം വലുപ്പമുള്ളൊരു കുറുക്കനാണ്. അപ്പോൾ ആളെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, ഇവരുടെ ഒരു സ്വഭാവം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ഈ മാളം കുഴിച്ച് അതിൻ്റെ അകത്ത് പോയിട്ട് താമസിക്കും. അതാ പ്രശ്നം. ഇവന് ഈ മാളത്തിൻ്റെ അകത്തേക്ക് പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പുറത്തെടുത്ത് കാണണ്ടേ. അതേപോലെ ഇവനിക്ക് ഉണ്ടാക്കിയ കൂടി ഇതല്ല കേട്ടോ. ആ കൂടെ ആദ്യം ജസ്റ്റ് ഒന്ന് കാണാം. അതിന് ശേഷം കന്നാസിനെ കണ്ട. ഏയ് ബേബി, വാ, കമോൺ ബേബി. എല്ലാവരും നല്ല ഉറക്കാണ്. എന്താ ഏയ് റമോസ്, ഇവിടെ നമ്മൾ വിളിച്ചാൽ അങ്ങനെ കേൾക്കൂല കേട്ടോ. ഇത് ഫുള്ള് ഗ്ലാസ് പാക്കഡ് അല്ലേ, അപ്പുറത്തുനിന്ന് വിളിച്ചാലേ കേൾക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫെനക് ഫോക്സിന് ഉണ്ടാക്കിയ കേജിലേക്ക് നമ്മൾ പോകുന്നതാ. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ കുറേ നാളെയിൽ നമ്മൾ ഫെസൻറ്റുകൾ കണ്ടിട്ട് ഫെസൻറ്റിൻ്റെ ഭംഗിയുണ്ടാ. എന്ത് ജീവികൾ വന്നു കഴിഞ്ഞാലും, നമ്മൾ എത്ര അടിപൊളി സംഭവം വന്നു കഴിഞ്ഞാലും ഈ പിന്നെ ഫെസൻറ്റുകളെ ആൾക്കാർ നോക്കിയിരിക്കുന്നതാണ് ഒരു പ്രത്യേകത. അധികം ആൾക്കാർ ഇപ്പോഴും പറയാം ആ മയിലിനെ പോലത്തെ വേറൊരു ജീവി അങ്ങനെല്ലാം പറയാം. എന്തു വന്നു കഴിഞ്ഞാലും നമുക്ക് വില കുറഞ്ഞിട്ട് കിട്ടുന്ന എന്താ പറയുക, നല്ല ഭംഗിയുള്ള ഒരു ബേർഡാണ് കേട്ടോ. വില കുറഞ്ഞിട്ട് മീൻസ് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്തിട്ട് നോക്കുവാണെങ്കിൽ വളരെ വില കുറഞ്ഞൊരു ബേർഡാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ഫുള്ള് മെയിലിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒറ്റ ഫീമെയിൽ ഉണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും കണ്ടെത്താൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ ഒരു ഫീമെയിലിനെ ഇങ്ങനെ വന്ന് കാണിച്ചോ ഇത്രേ. ഇപ്പോൾ സാധാരണ നല്ല കളർ ഉണ്ടാവും, മെയിലിന് മാത്രമേ കളർ ഉണ്ടാവും, ഫീമെയിലിന് കളർ ഉണ്ടാവില്ല. പക്ഷെ നമുക്കൊരു ഫീമെയിൽ കളറുള്ളത് കിട്ടിയതുകൊണ്ട് നമ്മൾ ആ മെയിലിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഫീമെയിലിനെ അങ്ങ് ഇട്ടിട്ടാ. ഇതാണ് ആ ഫീമെയിൽ, ഇതാ ഓടി, അതാണ് ആ ഫീമെയിൽ. അതുപോലെ പിന്നെ ഗോൾഡിയനി, യെല്ലോ ഗോൾഡിയനി, ലേഡി ഹാൻസ്, അങ്ങനെ കുറേ 3-4 ടൈപ്പ് ഫെസൻറ്റുകളെ നമ്മൾ ഒരുമിച്ച് മെയിലിനെ മാത്രം ഇട്ട് തന്നിട്ടാ. ഓക്കെ, അങ്ങനെയുണ്ട്. എല്ലാവരും അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു കേജാണത്. അത്യാവശ്യം കാണാൻ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിന്. ഈ ഭാഗത്ത് നിന്ന് കാണിച്ചോ, ഒന്നുകൂടി രസമുണ്ടാവും. അല്ല, ഇപ്പോൾ പേടിയും കാര്യങ്ങളെല്ലാം പോയി. എന്നാലും പൊതുവേ ഇവർ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ ഈ ഫെസൻറ്റുകൾ. കളറുണ്ടാ, ഏതാ ഭംഗി നോക്കിയേ. അതേപോലെ ഇവർ മെയിൽ ചിലത് ഭയങ്കര അഗ്രസീവ് മെയിലുണ്ടല്ലേ. അപ്പോൾ ആ മെയിലിനെ നമ്മൾ പിന്നെ കൊത്തു കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ക്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കേട്ടാ, മനസ്സിലാകുന്നുണ്ടാ? കേട്ടാ, ചില മെയിലുകൾ ഭയങ്കരമായിട്ട് കൊത്തുകൂടും. അപ്പോൾ കൊത്തുകൂടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്യാപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എല്ലാ മെയിലിലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല. ചില ബിരുദന്മാരുണ്ടാവും ഭയങ്കരമായിട്ട് അടികൂടുന്നത്, അവർക്ക് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് നോക്കിയേ, ഏതാ ഭംഗി നോക്കിയേ. അതേപോലെ ഇവർ ഈ മേറ്റിങ്ങിൻ്റെ സമയത്ത് ഇവർ ഫുള്ളായിട്ട് ഈ ക്യാപ്പൊക്കെ താഴത്തോട്ട് താഴ്ത്തി വെക്കുക. അതിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ്. പൊളിയല്ലേ? അപ്പോൾ നമ്മൾ മറ്റേ ഫെനക് ഫോക്സിൻ്റെ കേജല്ലേ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മളെ ക്യാമറാമാനാണ് കേട്ടോ മിസർ ഇന്നത്തെ. കഴിഞ്ഞ വീഡിയോയിൽ ഈ കുറച്ച് ക്യാമറയ്ക്ക് ഇഷ്യൂസ് ഉണ്ടായി. അത് എന്താണെന്നറിയില്ല. ചിലപ്പോൾ നമ്മൾ ഇരുട്ടിൻ്റെ ഭാഗത്തു നിന്നാണ് കൂടുതൽ വീഡിയോ എടുത്തിട്ടുണ്ടാവും, അതായിരിക്കും. എന്നാൽ നമ്മൾ വേംസിൻ്റെ അല്ലേ കൂടുതൽ വീഡിയോ കാണിച്ചത്. അപ്പോൾ ആ ഭാഗം ഒരു ഇരുട്ടാണ് കേട്ടോ. ക്യാമറാമാൻ്റെ പ്രശ്നമായിരിക്കില്ല, അതങ്ങനെ ഒരു സംഭവിച്ചു. അതേപോലെ നമ്മൾ പിന്നെ ഫെനക് ഫോക്സിന് റെഡിയാക്കിയ കേജാണ്. ഇതിനകത്ത് നമ്മൾ വലിയൊരു പാറക്കെട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാ. ഇവൻ അതിൻ്റെ അകത്തൊക്കെ തുറന്നു പോയി ആകെ പണിയാക്കി. അപ്പോൾ ഇതിൻ്റെ താഴത്ത് കോൺക്രീറ്റ് ചെയ്ത് ചെറിയൊരു മണൽ മാത്രം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമെൻറ്റിൻ്റെ മണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്ക് മാറ്റാൻ വിചാരിച്ചു. ആദ്യം ഇതിൻ്റെ അകത്തേക്ക് ഇട്ടത്, പക്ഷേ കുഴിക്കൽ എന്ന് പറഞ്ഞാൽ 1.5 കുഴിക്കൽ. അതേപോലെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. എല്ലാവരും കണ്ടിനോന്ന് അറിയില്ല. നമ്മൾ അശ്രീ അശോകൻ ഡയലോഗ് അടിക്കുന്ന ജബാ ജബാ എന്നുള്ള. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇന്നലെ വീഡിയോ ഇട്ട് അതിനെ കണ്ട ഉടനെ തന്നെ ഇവിടെ വന്ന് സബ്സ്ക്രൈബേഴ്സ് തന്നെ വേണ്ടി നോക്കിയിട്ട് ജബാ ഇതാ ജബാ ഇന്നലെ ഇട്ട ജബാ. അപ്പോൾ നമ്മളും ആ പേരെന്നെ ഫെനക് ഫോക്സിന് ഇട്ടിട്ടാ. ഓക്കെ, ജബൻ പൊളിക്കൂലേ? അതാ ഞാൻ ഡോറടിച്ചില്ല. ഇത് ഇറങ്ങിയിട്ട് പോയിനെങ്കിൽ കിട്ടൽ വലിയ പാടാന്ന് കേട്ടാ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അടുത്തതിന് പിടിക്കാൻ പോകുന്നത് നമ്മൾ ഫെനക് ഫോക്സിനെ പുറത്തെടുക്കലാണ് അടുത്ത ടാസ്ക്. എന്നാൽ അവർക്ക് ഹൈഡ് ചെയ്യാൻ ആദ്യം നമ്മൾ വന്ന ഉടനെ സ്ട്രെസ് ഇല്ലാണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഹൈഡ് ചെയ്യാൻ വേണ്ടി വിട്ടത്. ഇനിയിപ്പോൾ നല്ലോണം ഹൈഡ് ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തേക്ക് തീരെ കാണണ്ടാവും. അപ്പോൾ കുറച്ച് സമയം മാത്രം ഇപ്പോൾ രാത്രി കാലങ്ങളിലെല്ലാം നമുക്ക് നല്ല ബോക്സും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പണിയെടുക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മളെ
ചെടീൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം ചെയ്ത് ഏകദേശം ഈ ഭാഗത്ത് കംപ്ലീറ്റ് പച്ചപ്പായി കേട്ടോ, നല്ല രീതിയിൽ കാണാൻ രസമായി. അതുപോലെ അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ, എന്നാലേ കാണാൻ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ ഈ കാട് കയറിയ പോലെ ആയിപ്പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോക്സിനെ കാണണ്ടേ? ഫോക്സ് എന്ന് പറയാമെങ്കിലേ നമ്മൾ ജബനെ കാണണ്ടേ? പേര് നല്ല ആപ്റ്റായിട്ടുള്ള പേര് കേട്ടോ, അതൊക്കെ പറയുമ്പോൾ തന്നെ ഒരു കോമഡിയാണ് എല്ലാവർക്കും. ഇതാ നമ്മൾ അങ്ങനെ മണൽ മാറ്റൽ തുടങ്ങിയിട്ടാ. ഇതാ നമ്മുടെ ഭടന്മാർ, നമ്മളെ ആപ്പിയും മിസറാണ് അകത്തോട്ട് കയറിയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ പിടിച്ചെടുക്കുന്നതാണ് ഇത്. ഈ സമയത്ത് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് എന്തായാലും ഒരു അഗ്രഷൻ കാണിക്കട്ടെ, ഏത് ജീവിയാലും അവരുടെ കംഫർട്ട് സോണിൽ നിൽക്കലേന്ന്. അപ്പോൾ ഇവർ ഈ കംഫർട്ട് സോണിൽ നിൽക്കാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടിരിക്കും. അന്ന് നോക്കുന്നതാ ജപം വന്ന് നോക്കുന്ന ജപാ, അതാ ആളതാ നോക്കുന്നുണ്ടാ? കണ്ട് കാണുന്നുണ്ട്. ശരിക്കും കുറുക്കന്മാർ ഇങ്ങനെ നിൽക്കട്ടാ, എല്ലാ മാളത്തിൻ്റെ അകത്ത് പോയിട്ടാണ് പണ്ട് മുതലേ. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ കുറുക്കനെ വളർത്തിയിട്ടുണ്ട് കേട്ടോ, ഒരു കുഞ്ഞി കുറുക്കൻ ഇതുപോലെ മാളം തുറന്നിട്ട് എടുത്തിട്ട് അന്ന് വീട്ടിൽ നിന്നെല്ലാം അടിച്ച് ഓടിച്ചിട്ട് പിന്നെ ഈ പരിപാടി നിർത്തണം. ഇപ്പം നമുക്ക് ഇല്ലീഗലായിട്ടുള്ള സംഭവമല്ലേ, കുറുക്കനെ നമുക്ക് വളർത്താൻ വേണ്ടി പാടില്ല. ആ സമയത്ത് അതിൻ്റെ മണം ഭയങ്കരമായിരുന്നു. ആ കുറുക്കൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് ഭയങ്കര ഹെവി സ്മെല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിലെല്ലാം പണ്ട് മുതലേ ഉണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ വലുതാകുന്നതിനെ നമ്മൾ പിന്നെ നിറവേറ്റി കൊണ്ടുവരാൻ. നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ വൈൽഡ് ലൈഫിലുള്ള ഒരു ജീവികളെയും നമുക്ക് വളർത്താനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മളെപ്പോഴും ഡിസ്ക്ലെയിമർ കൊടുക്കുന്നതാണ്. എന്നാലും ഒന്നും കൂടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഫെന്നക് ഫോക്സ് എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും സ്മോളസ്റ്റ് ഫോക്സ് ആണ്. ഒരു മരുഭൂമിയിലാണ് കൂടുതൽ താമസിക്കുക. ആഫ്രിക്കയാണ് ഇവരുടെ ഒറിജിൻ വരുന്നത്. അതായത് നമുക്കിനി ബാക്കി തുറന്ന് പുറത്തേക്ക് എടുത്തതിന് ശേഷം കാണിക്കാം അല്ലേ. ഇത് നമ്മുടെ മീർക്കാറ്റിൻ്റെ കേജാണ്. അതിൻ്റെ അകത്ത് തൽക്കാലത്തേക്ക് നമ്മൾ ഇവർ ഇട്ടതാണ് കേട്ടോ. അങ്ങനെ ഫൈനലി ഇതാ ചെക്കനെ പുറത്തിറക്കിട്ടാ. നമ്മുടെ ആപ്പി പുറത്തിറങ്ങി ഉടനെ മാളൊക്കെ ക്ലോസ് ചെയ്തിട്ട് നിൽക്കുന്നു. നമ്മുടെ ആപ്പിനെ കാണാൻ വേടന്ത് നിൽക്കുന്നുണ്ടല്ലേ, പെട്ടെന്ന് കാണുമ്പോൾ വേടനെ പോലെ ഉണ്ട്. ഇനി ഇവനെ പതുക്കെ പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല, മെല്ലെ ഇപ്പം എടുത്തു കഴിഞ്ഞാൽ കടി കിട്ടും. പതുക്കെ സൂക്ഷിച്ച് നമുക്ക് മെല്ലെ എടുക്കാൻ നോക്കാം. ഫൈനലി നമ്മൾ ഫെന്നക് ഫോക്സിനെ പുറത്തേക്ക് എടുത്തിട്ടാ. ഞാനത് മെല്ലെ സംസാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവനിക്ക് പെട്ടെന്നുള്ള ശബ്ദവും കാര്യങ്ങളൊക്കെ ഇവനിക്ക് ഭയങ്കരമായിട്ട് പേടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് നോക്കിയും കണ്ടും എടുക്കുന്നതാണ്. അതേപോലെ ഇവർ പൂർണ്ണമായിട്ടും പെറ്റല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഒരു ഇതുമുണ്ട്. ഓക്കെ, ചിലപ്പം പേടി വന്നാലും അതേപോലെ പെട്ടെന്ന് കടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം ഇതിനോട് പെരുമാറാൻ. അവനാകെ പുതിയ സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ച് ഒരു ബേജാറിലുള്ളത്. പിന്നെ ഒരു ദിവസം കംപ്ലീറ്റ് നമ്മൾ ഗുഹയിലൊക്കെ വിളിക്കാനൊക്കെ വിട്ടില്ലേ. അപ്പോൾ അങ്ങനെ ഇവരെ സ്ഥിരമായിട്ട് വിട്ട് കഴിഞ്ഞാൽ അവർ അതുമായിട്ട് പിന്നെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാത്തിനോടൊരു പേടിയായിരിക്കും. അപ്പോൾ ചെറിയൊരു രാത്രി കാലങ്ങളിൽ മാത്രം ഒളിക്കാനുള്ളൊരു സൗകര്യവും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പകൽ വന്ന് ആർക്കും ഇതിനെ കാണാൻ വേണ്ടി പറ്റില്ല. ഇതൊരു നൊക്ടോണൽ ആനിമലാണ് കേട്ടോ. രാത്രി കാലങ്ങളിലാണ് നല്ലോണം ആക്റ്റീവ് ആവുക. പകൽ ആക്റ്റീവ് ആയിരിക്കും, എന്നാലും ഭയങ്കര ആക്റ്റീവ് ഉണ്ടാവില്ല. കുറച്ച് സമയം ഉറങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതേപോലെ ഇത് പിന്നെ ഒരു ഓംനിവോറസ് ആണ് കേട്ടോ. എന്നാൽ പിന്നെ മിശ്ര ബുക്കാണ്. മെയിനായിട്ട് ഇവർ കഴിക്കാമെന്ന് പറയുന്നത് ചെറിയ പിന്നെ പുഴുക്കൾ, അതുപോലെ ചെറിയ എലികൾ, ഇതിനൊക്കെ നന്നായിട്ട് കഴിക്കും. തവളകൾ, ഇതിനൊക്കെയാണ് ഇവർ ഭക്ഷിക്കുക. അതേപോലെ ഇവരുടെ ചെവിക്ക് ഭയങ്കരമായിട്ട് പ്രത്യേകത ഉള്ള ഇവരുടെ നീളുള്ള ചെവിയാണ്. സാധാരണ കുറുക്കനേക്കാളും നല്ല ലെങ്തി ആയിട്ടുള്ള ചെവികളാണ്. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തണുപ്പിനെ പ്രതിരോധിക്കാനും അതുപോലെ ഏത് ചെറിയ ശബ്ദങ്ങളൊക്കെ നല്ല രീതിയിൽ ഇവരേക്ക് പിന്നെ ഗ്രഹിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അത്രയും കഴിവുകളുള്ളൊരു കുറുക്കനും കൂടിയാണ്. അതുപോലെ ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ. സാധാരണ നമ്മൾ കാണുന്ന പോലത്തെ പെറ്റല്ല, അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് ആൾ. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ ഇവർ ഭയങ്കര സ്മെല്ലാണ്. കുറുക്കനെ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ നമ്മൾ പണ്ട് ഇതിനൊന്നും കുറിച്ചൊന്നും വലിയ അറിവില്ലാത്ത സമയത്ത് ഞാൻ കുറുക്കനെ വളർത്തിയിട്ട് ഒരു രക്ഷയില്ല. സ്മെല്ല് എന്ന് പറഞ്ഞാൽ അമ്മാതിരി സ്മെല്ലാണ്. ഓക്കെ, അതുപോലെ ഇവർ പിന്നെ ഈ മാളങ്ങളിലെല്ലാം പിന്നെ ഒളിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ മെയിനായിട്ട് ഇറങ്ങാനുള്ള കാരണം ഈ അധികം ചൂടുണ്ടാകുന്നുണ്ട്. മരുഭൂമിയിലാണ് ഇവർ മെയിനായിട്ട് ഉണ്ടാവുക.
ഓക്കെ, ആഫ്രിക്കൻ സ്വദേശിയാണ്, ഒറിജിനൽ ആഫ്രിക്കയാണ്. അതേപോലെ വാലിന് നല്ല പ്രത്യേകത ഉണ്ട്. അതേപോലെ ഇതിൻ്റെ പിന്നെ ഈ മരുഭൂമിയിൽ ചൂടിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഇവർക്ക് കാലിലൊക്കെ നല്ലോണം രോമവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാൻ, നല്ല മൊഞ്ചനാണ് ശരിക്കും. അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലിലുള്ളതല്ലേ. ഇഷ്ടമായി എല്ലാവർക്കും. നമുക്കിങ്ങനെ തുറന്ന് വിടുന്നത് കാണിച്ചു തരാം. തുറന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പോകും, നമ്മുടെ അടുത്ത് അങ്ങനെ നിൽക്കില്ല. അതേപോലെ നമുക്ക് കുറച്ച് വേംസ് ഒക്കെ കൊടുത്ത് നോക്കാം, എങ്ങനെ കഴിക്കുന്നതൊക്കെ നമുക്കൊന്ന് ഇന്നൊന്ന് കഴിക്കുമെന്ന് അറിയില്ല, എന്നാലും നോക്കി നോക്കാം. ഒന്ന് സൂക്ഷ്മമായിട്ട് കാണിച്ചേ ഇതറേ. എന്താ മൊഞ്ചല്ലേ, ഞാനിങ്ങനെ ഒരു നേക്കിലെടുത്ത് തന്നിട്ടാ. ഒരു ഫുള്ളായിട്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നൊരു കണ്ടീഷനല്ല, അതുകൊണ്ട് കടി കിട്ടുമെന്നുള്ളൊരു പേടി എനിക്കുണ്ട്. പിന്നെ പേടിച്ചൊന്നും നടക്കൂലല്ലോ, നമ്മളെ ഫീൽഡ് അതായി പോയില്ലേ. നല്ല ഉണ്ടല്ലേ. ഓ, ഇവനെടുത്ത് പെറ്റേന്ന് അപ്പുറത്തല്ലാക്കെ നമ്മളെ പൂപ്പിക്കൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടാ. പൂപ്പിന് ഇതേപോലത്തെ കളറെടുത്താൽ പെട്ടെന്ന് കുറുക്കെന്ന് വിചാരിക്കും, അടുത്തടുത്തൊക്കെ വിട്ടിട്ടാൽ മതി. അപ്പോൾ നമ്മൾ കുറേ നേരം പെറ്റെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഇണക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്ന് ഫ്രീ ആക്കിയേ, ഇപ്പോൾ തൊടുന്നൊന്നുമില്ല, എങ്ങാണ്ട് നിൽക്കുന്നുണ്ടാ. ചെവിയൊക്കെ ഇങ്ങനെ കൂർപ്പിച്ച് പിടിക്കുമ്പോൾ ഭയങ്കര രസമല്ലേ കാണാൻ. അപ്പം നമുക്ക് പുതിയ കൂട്ടിലേക്ക് മാറ്റാം. അപ്പോൾ പുതിയ കൂട്ടിലേക്ക് നമ്മൾ ചെറിയ കൂട്ടിൽ അധികം കുഴിച്ച് പോകാൻ പറ്റാത്ത രീതിയിലുള്ള കൂട്ടിലേക്ക് ഇടുന്നത്. അപ്പോൾ നമുക്ക് പുതിയ കൂട്ടിലേക്ക് മാറ്റാം. നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അധികം വെളിച്ചം കുറഞ്ഞൊരു ഏരിയ ആണ് കേട്ടോ. ഇതിനകത്ത് മൊത്തം നൊക്ടോണൽ ആനിമൽസ് ആണ്. നമ്മുടെ ഗ്രേറ്റർ ഗലാഗോ ബുഷ് ബേബി, അതിനെ ഞാൻ കാണിച്ചു തരാം. അതേപോലെ നമ്മുടെ സ്കങ്ക്, ഇതും നൊക്ടോണൽ ആനിമലാണ്. 3ാമത്തെ കേജാണ് നമ്മളിപ്പോൾ ഫെന്നക് ഫോക്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫെന്നക് ഫോക്സിനെ താഴേക്ക് വിടാം. എന്നിട്ട് നമുക്കൊരു വേംസെല്ലും കൊടുത്തു നോക്കാം, തിന്നോന്നറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിതാ കൂട്ടിലേക്ക് ഇവനെ എൻ്റർ ചെയ്യാനേ. ഐ ഓടി പുതിയ കൂട്ടിലിട്ട് നല്ല ഉണ്ടല്ലേ. ശരിക്കും ഒരു പൂച്ചൻ്റെ അത്ര വരെ ഇല്ല കേട്ടോ. നമ്മുടെ എന്താ പറയുക, ഒരു 3 മാസം പ്രായമുള്ള ഒരു കിറ്റൻ്റെ അത്ര ഉള്ളൂ കേട്ടോ കാണാൻ. ഇവർക്ക് പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇവർ പിന്നെ വെള്ളം വളരെ കുറവ് മാത്രം വെള്ളം കുടിക്കുന്ന ഒരു ജീവിയാണ് കേട്ടോ. വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ പറയാം. എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ജലാംശം മാത്രം മതി ജീവിക്കാൻ വേണ്ടിയിട്ട്. കാരണം മരുഭൂമിയിൽ ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ ജെർബോവിൻ്റെലും വേറൊരു ടൈപ്പാണ്. നല്ല ഉണ്ടല്ലേ, ക്യൂട്ടായിട്ടുണ്ടല്ലേ. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അഭിപ്രായവും കാര്യങ്ങളിലും പറയണേ. നമ്മൾ മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് എന്താണ് പുതിയ കൂട്ടിൽ വരാൻ പോകുന്നുള്ളത് കമൻറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഏതോ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫെന്നക് ഫോക്സ് ആണെന്നുള്ളത്. ആളുടെ പേരെനിക്ക് ഓർക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഒരാൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ പേരിനെ കുറിച്ചിട്ട് അഭിപ്രായം പറയണേ. ജബ ജബ കുറുക്കൻ നോക്കുന്നതല്ല, നോക്കുന്നുണ്ടോ കുറുക്കൻ? ചെവിയാണ് ഇവൻ്റെ ഹൈലൈറ്റ് അല്ലേ. അടിപൊളി. എന്തായാലും ഓരോ പെറ്റിനെ പുതിയ പെറ്റിനെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ഫീലാണ്. ജബാ ഓക്കെ, ഇതുണ്ടാവും. നമ്മൾ ഇട്ട് കുറച്ച് സമയമായിട്ടില്ലേ അവൻ്റെ പണി തുടങ്ങി, കുഴിക്കാൻ തുടങ്ങി. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ അധികം കുഴിക്കാൻ പറ്റൂല, എന്നാലും ആക്റ്റീവാണ്. കുറച്ച് കുഴിക്കാനുള്ള ആ ഒരു പിന്നെ ത്വരം എനിക്കുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് കൊടുക്കാം. നമ്മുടെ ഹരിത പിന്നെ ഫോക്സിന് വേണ്ടിയിട്ട് ചിക്കൻ ചെറുതായിട്ട് മുറിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. കുറേ നാളായില്ലേ നമ്മുടെ ഗ്രേറ്റർ ഗലാഗോ ബുഷ് ബേബിനെ കണ്ടിട്ട്. നമ്മുടെ മൂങ്ങാന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കണ്ട, ഇവൻ്റെ പേരാണ് മൂങ്ങാന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് മൂങ്ങനെ വിളിക്കാം. വാടാ മൂങ്ങ, ബാ. ആ ഉറക്കത്ത് എണീറ്റ് വരുന്ന നോക്കിയേ. ബാടമുത്തേ, ബാ ബാ. ആ നല്ല ഉറങ്ങി എണീറ്റിങ്ങനെ. ഓ ആ, നീ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് കാണിക്കുക. ഇപ്പുറത്തേക്ക് വാ, ബാ. എനിക്ക് നമുക്കിപ്പോൾ തൊടാനൊക്കെ പറ്റൂ. എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവന് കയറി പിടിച്ച് കടിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് കയ്യെല്ലാം മുറിയും. ബാ, നമുക്കൊന്ന് എണീറ്റ് നിർത്തിപ്പിക്കുകയല്ലോ അതിന്. ഇതാ അങ്ങ ബാ.
ഏതാ രസം നോക്കി. അതിൻ്റെ ഫുൾ ലെങ്ത് ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കാണുന്ന ഫുൾ ലെങ്ത്താണ് പിടിക്കുന്നത്. നമ്മുടെ മനുഷ്യന്മാരുടെ കൈ പോലെയെന്ന് കാണുമ്പോൾ ശരിക്കും നോക്കി കേട്ടാ, കിട്ടുന്നില്ല. ഏതാ അടിയല്ലേ, 2 കയ്യിലും പിടിച്ചിട്ടേ ഉള്ളൂ കേട്ടാ. അപ്പം നല്ല ഇണക്കാന്ന്, വന്ന പോലെ ഒന്നും അല്ല കേട്ടാ, നല്ല ഇണക്കാന്ന്. പക്ഷെ എന്താ പറഞ്ഞാൽ ഫുഡ് നമുക്ക് കയ്യിൽ കൊടുക്കാൻ കഴിയില്ല. അത് പെട്ടെന്ന് ഒരു കയറി അങ്ങ് പിടിക്കും. അപ്പോൾ നല്ല കൈക്ക് 2-3 പ്രാവശ്യം നമുക്ക് കടി കിട്ടി. അതാണ് പ്രശ്നം. എണീറ്റന്നെ ബാ. ആ കൈ കൊണ്ട് വാങ്ങിക്കണമെന്ന് തരും. ശരിക്കും കൈ കൊണ്ട് എടുക്കുന്ന സ്റ്റൈൽ ഉണ്ടില്ലേ. ഇതാ കൈ കൊണ്ട് എടുക്കടാ. കൊണ്ടാ ബാബാ. അങ്ങനെയുണ്ട്, പൊളിയല്ലേ? മതി. ആ ഇനി അതേപോലെ നമുക്ക് നമ്മുടെ സ്കങ്കിനും കൂടി കൊടുക്കാം. നന്നായിട്ട് കഴിക്കോട്ടാ. എന്താ സ്മെല്ല്, ഒരു രക്ഷയില്ല. ഈ പെറ്റ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നല്ല മണം ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. എന്നാൽ ഇവരെ മേലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു മണം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ വൃത്തിയാക്കുന്നുണ്ട്, പക്ഷേ അതാ കഴിക്കുന്നുണ്ടാ. വന്നതിനേക്കാളും നല്ല ഉഷാറായില്ല ഇവന്, നല്ല കുട്ടപ്പനായി. കഴിച്ചോടാ. ഓ അടിപൊളി. അതിന് ബീട്രൂട്ട് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുട്ടാ. അതിനിടയിലാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ട്രീറ്റ് കൊടുത്തത്. അത് പിന്നെ അത് കഴിക്കൂല. രസില്ലേ, അടിപൊളിയല്ലേ? അപ്പോൾ ഇനി നമ്മളെ ഫോക്സിന് കൊടുക്കാം. ഓഫ് ഏതാണോ, ഒരു രക്ഷയില്ല കേട്ടോ. വേടാ നമുക്ക് ഫോക്സിന് ഫീഡ് കൊടുക്കാം. ഇതിപ്പോൾ പെട്ടെന്ന് കഴിക്കുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് വെച്ചു കൊടുത്ത് നോക്കാം. ഇല്ലാടെ പേടിക്കണ്ട. ഇതണ്ടാ സ്റ്റൈലുണ്ടാ. അത് അവൻ്റെ കൂട്ടിലേക്ക് പെട്ടെന്ന് ആൾ കയറുമ്പോൾ ഉണ്ടാകുന്നതാണ്. നമ്മൾ ഇല്ല ഇത് കഴിച്ചോ. ഉണ്ടാ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, അത്യാവശ്യം അഗ്രഷൻ കാണിക്കുവാൻ. ചോറിലൊന്നും നേരം തിന്നു. ഓ മതി. ആ ഇനി നമുക്ക് കോൾഡക്ക് മുട്ടിയിട്ട് അടയിരിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് പോവാം. അതൊന്ന് ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്യാം അല്ലേ. വാ. ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോൾഡക്ക് മുട്ടിയിട്ട് അടയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ഒരു ചെറിയ പ്രശ്നം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാടെ മുട്ടിയിട്ട് അടയിരിക്കുന്നുണ്ടോ, അതേപോലെ മേലെയും മുട്ടിയിട്ട് അടയിരിക്കുന്നുണ്ട്. പക്ഷെ മേലെ മുട്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താഴേക്ക് എത്തും. അപ്പോൾ പിന്നെ എന്താ പറഞ്ഞാൽ അവർക്കിത് പിന്നെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതാക്കാൻ, അവർ മുട്ടിടാൻ ഉണ്ടാക്കിയ സ്ഥലമല്ലല്ലോ. അപ്പോൾ അവിടെ കുറച്ച് സ്ലോപ്പായിട്ടുള്ള ഏരിയ. നമ്മൾ മുട്ടിയിട്ട് അവർ കിടന്ന് ശരിയാക്കുമ്പോഴേക്ക് അതിൻ്റെ താഴത്ത് ഉരുണ്ട് താഴേക്ക് വരും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ അവർക്ക് അത്ര ഇഷ്ടമുള്ള സ്ഥിതിക്ക് നമ്മളതിൻ്റെ താഴത്ത് ഫുള്ള് മണ്ണാണ് വെച്ചിട്ടുള്ളത്. മണ്ണും കുറച്ച് പുല്ലും വെച്ച് കൊടുത്തിട്ട്, വൈക്കോലും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിന് മേലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. മേലെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മുട്ടിടുന്ന 2 ആൾ അവിടെ ഇട്ടോട്ടെ. ഓക്കെ, ഇത് 2 ഫീമെയിൽസ് ആണേ. അപ്പോൾ നമ്മൾ മിസർ മേലേക്ക് ഇട്ട് വെച്ച് കൊടുക്കും. ഞാനാകുമ്പോൾ ഓവർ വെയിറ്റാണ്, മിസറിന് വെയിറ്റ് ഒന്നുമില്ല. മിസറിലും ജിമ്മിലും പറ്റി പിന്നെ വെയിറ്റിലും കൂടുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ അതിൻ്റെ അകത്ത് മുട്ടുണ്ടോ നോക്കിയാൽ കയറുന്ന കയ്യിൽ ഈ ഓരോ കുഴിയിലെല്ലാം മുട്ട വെട്ടുപോയിട്ടുണ്ടോ? ഉണ്ടാ എടുത്തേ എത്ര എണ്ണം ഉണ്ട്? ഓക്കെ, ഒന്നേ ഉള്ളൂ. ഓക്കെ, 1
പറയണ്ടാ? ആ ഓക്കെ, കുഴപ്പമില്ല, ഉള്ളത് വെച്ച് കൊടുത്തേ. ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ, അതിന് മേലെ ആ സൈഡിലായിട്ട് വലത്ത് ഭാഗത്തായിട്ട് അതന്നെ. ഓ അവിടെ ഉണ്ടല്ലേ മുട്ട? ആ ഓക്കെ, അതാ പറഞ്ഞത്. എത്ര എണ്ണം ഉണ്ട്? മേലെയുണ്ടാ? ആ ഓക്കെ, പൊട്ടിപ്പോയി. അത് നമുക്ക് കളയാം. ഓക്കെ, ഇനിയുണ്ടാ? ഓക്കെ, അപ്പോൾ നീ അത് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തേ. ആ ഗ്യാപ്പിൽ ശരിക്കും നല്ല രീതിയിൽ ഇവിടെ സീറ്റിംഗ് ആണെന്ന് അവിടെ വെച്ച് കൊടുത്തേ. അവിടെ ഇരുന്നോളും, മതി. ഓക്കെ, വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ഇങ്ങോട്ടേക്ക് ഉണ്ടല്ലോ ആ ഗ്യാപ്പിൽ കുറച്ച് മണ്ണിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ആ സൈഡിൽ. എന്നാൽ ഇങ്ങോട്ടേക്ക് ഉരുണ്ട് വീഴില്ലല്ലോ മുട്ട. ഓക്കെ, അതിപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തേ. എന്നാൽ പിന്നെ അവരും സേഫായി. അതുപോലെ ഇവിടെ എല്ലാം കണ്ട മുട്ടയിട്ട് കിടക്കുന്നത്. എന്നെ കണ്ടിട്ട് ഇപ്പോൾ എണീറ്റ് തന്നെ കണ്ടാ, ഒരു മുട്ട പോയിട്ടുണ്ട് കേട്ടോ. അവർ കെട്ട് പോയിട്ടുണ്ട്, നമുക്ക് എടുത്ത് മാറ്റാം. കേട്ടോ, എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തനി താറാ കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്കാം. കുറച്ച് മുട്ട നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മേലെ ഇട്ടതും അതുപോലെ ഈ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഇവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. അപ്പോൾ ആ മുട്ടയൊക്കെ നമ്മൾ ഇൻക്യുബേറ്ററിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറേ താറാവിൻ്റെ കുട്ടികളെ കാണാം. വെള്ളം കണ്ട എന്താ നീറ്റ് നോക്കിയേ. ഓ അപ്പോൾ എങ്ങനെ ഉണ്ടായി ഇന്നത്തെ വീഡിയോ? നമ്മുടെ ഫെന്നക് ഫോക്സിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, നമ്മുടെ ജബൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നോക്കിയിട്ട് പറയണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.